പ്രിയ സഹോദരനെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവെന്ന ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം പറയുന്നു. അതിനായി കർത്താവ് ഈശോ ഒരിക്കൽ കൂടി എന്നെ അനുവദിച്ചോർത്ത് യേശു മഹാരാജാവിന് നന്ദി സ്തുതി സമർപ്പിക്കുന്നു. ആമേൻ. പ്രിയപ്പെട്ടവരെ, നമ്മൾ കാലത്തെക്കുറിച്ച്, യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിനെക്കുറിച്ച്, അതിൻ്റെ ഒരു പശ്ചാത്തലത്തെക്കുറിച്ച്, അതിൻ്റെ കാലഘട്ടങ്ങളെക്കുറിച്ച്, അതിൻ്റെ ലക്ഷണങ്ങളെ സംബന്ധിച്ച് ഒക്കെ നമ്മൾ പഠിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്, ഒരുങ്ങുകയാണ്. ലോകം അന്തിമ യുദ്ധത്തിന് പല രീതിയിൽ തയ്യാറെടുക്കുന്നു. നമ്മളത് വാർത്തകൾ കൂടെ കേട്ടുകൊണ്ടേയിരിക്കുന്നു. ഈ പശ്ചാത്തലത്തിൽ സർവശക്തനായ ദൈവം, പിതാവായ ദൈവം ദാനിയേൽ പ്രവാചകനിലൂടെ തൻ്റെ പൊന്നോമനയായ, തന്നെ മാത്രം ശ്രവിക്കുന്ന, പിതാവായ ദൈവത്തിലേക്ക് മാത്രം ശ്രദ്ധ തിരിച്ചു വച്ചിരിക്കുന്ന, പിതാവായ ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും സ്വരങ്ങൾ വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ച് നടക്കുന്ന ഒരു മഹാനും വിശുദ്ധനും പ്രവാചകനുമായിരുന്ന ദാനിയേൽ പ്രവാചകനോട് സർവശക്തനായ ദൈവം അരുളി ചെയ്ത ഒരു വചനത്തെ ആസ്പദമാക്കി ചില സവിശേഷതകൾ, ചില സമയത്തെക്കുറിച്ച് നമ്മൾ വീണ്ടും പഠിക്കുകയാണ്. അത് ഇപ്രകാരം നമുക്ക് ആദ്യത്തെ എൻ്റെ ഹെഡ് ലൈൻ അല്ലെങ്കിൽ ആ വിഷയത്തിൻ്റെ ആധികാരിക രേഖ, ആധികാരിക വചനത്തെ നമുക്കൊന്ന് പഠിക്കാം. ദാനിയേൽ പ്രവചനം, വിശുദ്ധനായ ദാനിയേൽ പ്രവചനം 12-ാം അധ്യായം അതിൻ്റെ 7-ാം തിരുവചനത്തിൽ ഇങ്ങനൊരു വചനമുണ്ട്. അത് സമയവും സമയങ്ങളും സമയത്തിൻ്റെ പകുതിയും വരെ ആയിരിക്കും. വിശുദ്ധ ജനത്തിൻ്റെ ശക്തി തകർക്കാൻ കഴിയുമ്പോൾ ഇവ നിവൃത്തിയാകും. ഇതാണ് ആ വചനം. ആ വചനത്തെ ആസ്പദമാക്കി ചില രഹസ്യങ്ങൾ, ചില അറിവിൻ്റെ തലം കഴിഞ്ഞുള്ള, ജ്ഞാനത്തിൻ്റെ തലം കഴിഞ്ഞുള്ള ചില അതീന്ദ്രിയ ജ്ഞാനത്തെ സംബന്ധിച്ച് ചില വചനങ്ങളെ, ചില ജ്ഞാനത്തെ നിങ്ങൾക്ക് പകർന്നു തരികയാണ്. അതിൽ ഒന്നാമത്തെ പോയിന്റ് അല്ലെങ്കിൽ ഒന്നാമത്തെ വിഷയം, 1 എന്ന സംഖ്യ പറഞ്ഞുകൊണ്ട് പറയുന്നത്, ദൈവം പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നു. എല്ലാവർക്കും അറിയാം. വചനത്തിൽ ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന എല്ലാവർക്കും അറിയാം. അപ്പം ദൈവം പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്ന ഒരു സമയത്തായിരുന്നു. ഒരു നിശ്ചിത പിതാവായ ദൈവവും പുത്രായ ദൈവവും പരിശുദ്ധാത്മാവായ ദൈവവും ഒരു നിശ്ചിത സമയം തിരഞ്ഞെടുക്കുകയും ആ തിരഞ്ഞെടുക്കുന്ന സമയത്ത് പ്രപഞ്ചമുണ്ടാകട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സൂര്യനെയും ചന്ദ്രനെയും ഭൂമിയെയും എല്ലാം സൃഷ്ടിക്കുന്നു. ആ സൃഷ്ടി പൂർത്തിയാക്കി 6 ദിവസം പൂർത്തിയാക്കി, അതേ 6-ാം ദിവസം മനുഷ്യനെ സൃഷ്ടിക്കുന്നു. മനുഷ്യനെ സൃഷ്ടിക്കാൻ വേണ്ടി ദൈവം 6 ദിവസം അധ്വാനിക്കുന്നു, 7-ാം ദിവസം വിശ്രമിക്കുന്നു. അതൊക്കെ നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കേട്ടു. അപ്പോൾ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുക എന്നത് ഒന്നാമത്തെ സമയവും സമയങ്ങളും സമയത്തിൻ്റെ ഒരു പകുതിയും എന്ന കണക്കിൽ ചിന്തിക്കുമ്പോൾ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നത് ഒരു പ്രത്യേക സമയത്തായിരുന്നു. അതിനുശേഷം 6-ാമത്തെ ദിവസം മനുഷ്യനെ സൃഷ്ടിക്കുന്നു. പ്രപഞ്ചത്തെ സൃഷ്ടിക്കാനൊരു സമയമുണ്ടായിരുന്നു, അതിനുശേഷം മനുഷ്യനെ സൃഷ്ടിക്കാനൊരു സമയമുണ്ടായിരുന്നു. ആ സമയത്ത് ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നു. അങ്ങനെ മനുഷ്യനെ സൃഷ്ടിച്ച് മനുഷ്യന് ചേർന്ന ഇണയെ കൊടുത്ത് അതിനെ പർദീസിൽ, ഏദൻ തോട്ടത്തിലാക്കുന്നു. അവിടുന്ന് ഏദൻ തോട്ടത്തിന് ശേഷം അവർ തിന്മയിൽ നിന്ന് പുറത്താക്കുന്നു. അങ്ങനെ ഒരു സംഭവം എല്ലാം നടക്കുന്നു. ആ സമയം അതൊരു പ്രത്യേക സമയമായിരുന്നു. മനുഷ്യനും ദൈവം തമ്മിലുള്ള ബന്ധം മുറിയുന്നു, മനുഷ്യൻ ദൈവത്തെ ഉപേക്ഷിക്കുന്നു, ദൈവവും മനുഷ്യൻ തമ്മിലുള്ള സ്നേഹം നഷ്ടപ്പെടുന്നു, ദൈവം ആക്കിയിരിക്കുന്ന സ്ഥലത്തു നിന്ന് പുറന്തള്ളപ്പെടുന്നു. അങ്ങനെ ഒരു പശ്ചാത്തലം പ്രപഞ്ചത്തിലുണ്ടാകുന്ന ഒരു സമയം, അതൊരു സമയങ്ങളും സമയത്തിൻ്റെ പകുതിയും വരെ എന്നൊരു ചിന്തയിൽ ആ ഒരു കാര്യം അവിടെ സംഭവിക്കണം. ഇനി മൂന്നാമത്തെ കാര്യം നമുക്കറിയാം, മനുഷ്യനെ സൃഷ്ടിച്ച് ഇങ്ങോട്ട് വന്നു. അങ്ങനെ ഒരു 1000 വർഷം മുന്നോട്ട് വന്നപ്പോൾ തന്നെ ഒരു യുഗം പൂർത്തിയായപ്പോൾ ലോകത്ത് നോഹയുടെ ദിനങ്ങൾ വന്നു ചേർന്നു. അതായത് നമ്മുടെ ഭൂമുഖമാകെ തിന്മ നിറഞ്ഞൊരു സമയം, തിന്മ നിറഞ്ഞൊരു പശ്ചാത്തലം. മനുഷ്യൻ്റെ ചിന്തകളും കാഴ്ചപ്പാടുകളും ദൈവമെന്ന സത്യത്തിൽ നിന്നും അകലുന്നുവെന്നും ലോകം തിന്മ കൊണ്ട് നിറഞ്ഞുവെന്നും ഈ തിന്മ നിറഞ്ഞ ലോകത്തെ ദൈവം ശിക്ഷിക്കാൻ പോവുകയാണെന്നും നോഹയോട് ദൈവം അരുളി ചെയ്യും, സംസാരിക്കുകയും ചെയ്യുന്നത് ദൈവം ഒരു വ്യക്തിയെ തിരഞ്ഞെടുക്കുന്ന ഒരു സമയം. ലോകം ആദ്യമായിട്ട് ലോകത്തെ ജനിച്ച ഒരു മനുഷ്യനെ ദൈവം ശ്രദ്ധിക്കുകയും ആ ശ്രദ്ധയുടെ ഫലമായിട്ട് ആ വ്യക്തി ദൈവസ്വരം ശ്രമിച്ച് തൻ്റെ ഒരുക്കമൊക്കെ നടത്തുന്ന ഒരു പ്രത്യേക സമയം. അവിടെ മുതൽ വേറൊരു സമയങ്ങളും സമയത്തിൻ്റെ പകുതിയുടെയും തുടക്കമായിരുന്നു. ഇനി 4-ാമത്തെ കാര്യം ചിന്തയിലേക്ക് വന്നാൽ, പ്രിയപ്പെട്ടവരെ, അവിടെ വീണ്ടും ഒരു യുഗം കൂടെ മുന്നോട്ട് പോയി. നോഹയുടെ പേടവും മണിയും അതിൻ്റെ വെള്ളപ്പൊക്കവും ജനകോടികളെ കൊന്നൊടുക്കലും അതിനുശേഷം നോഹയും ആൾക്കാരും രക്ഷപ്പെടുന്നതും എന്ന് അവിടെ തുടങ്ങി വീണ്ടും മനുഷ്യൻ്റെ വംശം വർദ്ധിക്കുന്ന ഒരു സമയം, അതൊരു സമയത്തിൻ്റെ പകുതിയും അതിൻ്റെ കാലഘട്ടം വന്നപ്പോൾ
വീണ്ടും ഒരു യുഗം കൂടെ മുന്നോട്ട് വരികയും അങ്ങനെ രണ്ടാം യുഗം പൂർത്തിയായി കഴിഞ്ഞപ്പോൾ എന്തു സംഭവിച്ചു? സോദോം ഗൊമോറ എന്ന സംഭവം ലോകത്തുണ്ടാവുകയും അതിൻ്റെ ഫലമായി എന്തു സംഭവിച്ചു? നമുക്കറിയാം, തീയും ഗന്ധവും ഇറക്കി ലോകത്തെ നശിപ്പിച്ചു, രണ്ട് നഗരത്തെ നശിപ്പിച്ചു. അതൊരു സമയമായിരുന്നു, അതൊരു പ്രത്യേക സമയം. ആ പശ്ചാത്തലം വന്നപ്പോൾ ആ സംഭവം നടക്കാൻ തക്ക വിധം അപ്പോൾ സംഭവം ഉണ്ടാവുകയും അത് സംഭവിക്കുകയും ചെയ്തു. അത് ദാനിയേൽ പ്രവചന പുസ്തകത്തിൽ നോക്കിയാൽ അതൊരു സമയങ്ങളും സമയത്തിൻ്റെ പദ്ധതിയുമായിരുന്നു എന്ന് മനസ്സിലാക്കാം. അഞ്ചാമത്തെ ചിന്ത നമ്മളിലേക്ക് വരുന്നത് ഈ ദാനിയേൽ പ്രവചന വചനത്തെ ആസ്പദമാക്കിയാണ് ഈ പോയിന്റുകളെല്ലാം വരുന്നത്. അപ്പോൾ അഞ്ചാമത്തെ ചിന്ത എന്ന് പറയുന്നത് ശരിക്കും അവിടുന്ന് വീണ്ടും യുഗങ്ങൾ ഇങ്ങോട്ട് പോകുന്നു. ഒരു മൂന്നാം യുഗം വന്നു, നാലാം യുഗം വന്നു. നാലാം യുഗം അവസാനിക്കുമ്പോൾ അതിൻ്റെ അവസാന സമയത്ത്, അതിൻ്റെ അവസാന ഘട്ടത്തിൽ അതിനു മുമ്പ് യേശാപ്രവാചകനിലൂടെ കർത്താവ് പറയുന്നുണ്ട്, യുവതി ഗർഭം ധരിച്ച് പുത്രനെ പ്രസവിക്കുന്നതൊക്കെ പറയുന്ന ആ സമയമുണ്ട്. ദൈവം മനുഷ്യനെ അവതരിക്കുന്നു, മനുഷ്യനെ രക്ഷിക്കാൻ വേണ്ടി വരുന്നു, ദൈവം എന്ന സത്യം ഉണ്ടാകുമെന്നൊക്കെ ഒരറിയിപ്പ് കൊടുക്കുന്ന സമയം, അതൊരു സമയമായിരുന്നു. ആ സമയവും അതിൻ്റെ സമയങ്ങളും അതിൻ്റെ സമയത്തിൻ്റെ പകുതിയും വന്നപ്പോൾ എന്തു സംഭവിച്ചു? യേശു ക്രിസ്തു എന്ന ദൈവപുത്രൻ മനുഷ്യനായി ലോകത്ത് അവതരിക്കുന്നു, മനുഷ്യൻ്റെ പാപങ്ങൾ ഏറ്റുവാങ്ങുന്നു, മനുഷ്യനെ രക്ഷിക്കുവാൻ വേണ്ടി ദൈവം ഈ മനുഷ്യൻ ചെയ്ത പാപത്തെയെല്ലാം സ്വന്തം ശരീരത്തെ വേദന സഹിച്ച് ഏറ്റെടുക്കുകയും ചെയ്യുന്ന ആ പ്രപഞ്ച രഹസ്യം, പ്രപഞ്ച സത്യം, മനുഷ്യൻ്റെ ബുദ്ധിക്ക് ചിന്തിച്ചാൽ അതൊന്നും ഗ്രഹിക്കാൻ പറ്റാത്ത നിഗൂഢ രഹസ്യങ്ങളെ ഉൾക്കൊള്ളുന്ന, മനുഷ്യൻ്റെ ബുദ്ധിക്കും ചിന്തയ്ക്കും കണക്കൂട്ടിനും അപ്പുറത്തുമുള്ള ദൈവജ്ഞാനവും ദൈവസ്നേഹവും ഒക്കെ പ്രകടമാകുന്ന ആ വലിയ സംഭവം നടന്നപ്പോൾ അതും ഒരു സമയമായിരുന്നു. അതിൻ്റെ സമയം വന്നു. ജനിക്കാനൊരു സമയം, യേശു ജനിക്കാനൊരു സമയം, 31 വർഷം ഈശോ ഭൂമിയിൽ ജീവിക്കാനൊരു സമയങ്ങൾ. അതിൻ്റെ സമയത്തിൻ്റെ പകുതി വന്നപ്പോൾ യേശുവിൻ്റെ മരണം, അതിൻ്റെ സമയം അതിൻ്റെ പകുതിയും അതിൻ്റെ പൂർണ്ണതയിലേക്ക് വന്നപ്പോൾ യേശുവിൻ്റെ പുനരുത്ഥാനം, സ്വർഗത്തിലേക്ക് പോകുന്ന അവസ്ഥ. അങ്ങനെ ദൈവം ആ പദ്ധതി പൂർത്തിയായി കഴിഞ്ഞപ്പോൾ അവിടെ ഒരു സമയങ്ങളും സമയത്തിൻ്റെ പദ്ധതിയും അവിടെ പൂർത്തിയായി. സമയത്തിൻ്റെ പകുതി എന്ന സത്യം വെച്ച് നോക്കുമ്പോൾ ഇനി നാലാമത്തെ ചിന്ത വരുമ്പോൾ യേശുവിൻ്റെ മരണശേഷം ആണ് പ്രപഞ്ചത്തിൽ BC അഥവാ AD എന്ന ഡേറ്റുകൾ നിർമ്മിക്കപ്പെടുന്നത്. അതുവരെ ലോകത്തിലെ മനുഷ്യരും ഡേറ്റുകൾ നിർണയിച്ചിരുന്നില്ല. അതിന് ഡേറ്റുകൾ നിർണയിച്ചാലും അല്ലെങ്കിൽ ഒന്നാം യുഗം അല്ലെങ്കിൽ BC 260 420 എന്നൊക്കെ പറഞ്ഞാലും അതൊരു ചരിത്രപരമായ സത്യമായി ലോകത്തെ എല്ലാ ജനങ്ങളും അറിയുന്നതിന് തക്കവിധം ഒരു കലണ്ടർ സംവിധാനം, ഒരു അംഗീകൃത സമയം സൃഷ്ടിക്കപ്പെട്ടത് പ്രപഞ്ചത്തിൽ AD BC എന്ന് തിരിക്കപ്പെട്ടത് ഈ യേശു ക്രിസ്തുവിൻ്റെ മരണശേഷമുള്ള കാലഘട്ടം വന്നപ്പോൾ. അപ്പോൾ അവിടെയും ഒരു സമയങ്ങളും ഒരു സമയത്തിൻ്റെ പദ്ധതിയും നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാക്കാവുന്നതാണ്. ഇനി അടുത്ത ഏഴാമത്തെ ചിന്ത എന്ന് പറയുന്നത്, സമയങ്ങളും എന്ന് പറയുമ്പോൾ ഇതിൽ ഒരു ലോക ചരിത്രത്തിൽ, പ്രപഞ്ച ചരിത്രത്തിൽ ഏഴാമത്തെ പോയിന്റായിട്ട് നമ്മൾ ചിന്തിക്കുന്നത് സുവിശേഷം എന്ന സത്യം. യേശുക്രിസ്തു എന്ന വ്യക്തി ജനിച്ചപ്പോൾ അത് സുവിശേഷമായിട്ട് വന്നില്ല. യേശുക്രിസ്തു രാജാവായിട്ട് ഭൂമിയിലേക്ക് വന്നു, ഇങ്ങനെ പുത്രൻ ജനിക്കുമെന്ന് പറഞ്ഞു. അത് ചരിത്ര സത്യമായിട്ട് പലരും നോക്കി കാത്തിരുന്നു. യഹൂദ തത്വചിന്തകൾ വെച്ച്, യഹൂദ നിയമപ്രമാണങ്ങൾ വെച്ച്, അതിൻ്റെ ഹീബ്രു മൂലത്തിൽ എഴുതപ്പെട്ട പ്രവാചക ഗ്രന്ഥം വെച്ച് അവർ ദൈവത്തെ കാത്തിരുന്നു. പക്ഷെ അവർക്ക് തെറ്റിപ്പോയി. അവിടെ എന്ത് സംഭവിച്ചു? അവിടെ ദൈവം വന്നത് അവർക്ക് മനസ്സിലായില്ല. അതോട് ചേർന്ന് യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷം, അതായത് യേശു പ്രസംഗത്തിൽ തന്നെ നിങ്ങൾ ലോകമെങ്ങും പോയി ഈ സുവിശേഷം ലോകത്തെ അറിയിക്കുന്നു പറഞ്ഞു. സുവിശേഷം ഭൂമിയിൽ വന്നത് അതൊരു സമയങ്ങളും സമയത്തിൻ്റെ പകുതി വരെ എന്ന ആ സത്യം നിഗൂഢമാക്കി വെച്ചിരുന്ന അതൊരു സമയത്ത് ഈ ലോകം പ്രപഞ്ചം മുഴുവനും ക്രിസ്തുവിനെ അറിയത്തക്ക രീതിയിൽ, ക്രിസ്തു ദൈവോത്തരാണെന്ന് മനസ്സിലാകത്തക്ക രീതിയിൽ, ക്രിസ്തു ലോകത്തിൻ്റെ ദൈവമായിട്ട് മറ്റെല്ലാ ദൈവങ്ങളിൽ നിന്നും വിഭിന്നമായൊരു ദൈവമാണെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഇന്നോളം കണ്ടിട്ടുള്ളിൽ വെച്ച് ഒരു മഹാനും, ഇന്നോളം കണ്ടിട്ടുള്ളിൽ വെച്ച് ഒരു തത്വജ്ഞാനിയും ഒരു ജ്ഞാനിയും ഒരു വ്യക്തിയും ചെയ്യാത്ത പ്രവൃത്തിയായ ക്രൂശീകരണ പ്രക്രിയ. അതായത് യേശു മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി കുരിശിൽ തൂക്കപ്പെടുകയും കൊല്ലപ്പെടുകയും ശരീരത്തിലെ മാംസകഷ്ണങ്ങൾ അടർത്തി മാറ്റപ്പെടുമ്പോഴും നിശബ്ദമായി സഹിച്ച ഒരു ചരിത്ര സംഭവം. അത് ലോകത്തിലെ ഒരു വ്യക്തിക്കും ഉൾക്കൊള്ളാനോ അംഗീകരിക്കാനോ പറ്റാത്ത നിഗൂഢ രഹസ്യങ്ങളെ ഉൾക്കൊള്ളുന്ന ആ ഒരു സമയം വന്നത് അത് സമയങ്ങളും സമയത്തിൻ്റെ പദ്ധതിയും വെച്ചായിരുന്നു. ഇനി എട്ടാമത്തെ ചിന്ത എന്ന് നമ്മൾ പറയുന്നത് അവിടെ ഒരു സമയങ്ങളും വരുന്നുണ്ട്. അത് സുവിശേഷം ലോകത്ത് പ്രസംഗിക്കപ്പെടാൻ തുടങ്ങിയ ആ കാലഘട്ടങ്ങളിൽ അതിന് പറയുന്ന പേരാണ് അപ്പസ്തോല പ്രവർത്തനം. അപ്പസ്തോലന്മാർ തൻ്റെ പ്രവർത്തികളെ, യേശുവിൻ്റെ സുവിശേഷത്തെ പ്രവൃത്തി രൂപത്തിൽ ലോകം മുഴുവനും കൊടുത്തത്, വിതരണം ചെയ്തത്,
സുവിശേഷത്തെ ലോകത്ത് മുഴുവൻ എത്തിച്ചത്, ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുത്തത്, ക്രിസ്തുവിനെ പരിചയപ്പെടുത്തിയത്, ക്രിസ്തുവിൻ്റെ പ്രവർത്തികൾ കാണിച്ചു കൊടുത്തത്, ആ അത്ഭുതങ്ങളും അടയാളങ്ങളും ലോകത്ത് പ്രവചിച്ചത്, അതിന് പറയുന്ന പേരാണ് കൃപായുഗം, അല്ലെങ്കിൽ സുവിശേഷ യുഗം, അല്ലെങ്കിൽ സുവിശേഷ പ്രവർത്തനം, അപ്പസ്തോല പ്രവർത്തനം എന്നൊക്കെ പറയുന്ന അത് ഒരു സമയവും സമയങ്ങളും സമയത്തിൻ്റെ പകുതിയിലും സംഭവിച്ച, ഈ ചരിത്രത്തിൽ പ്രപഞ്ചത്തിൽ സമരയുദ്ധത്തിൽ സംഭവിച്ച ഏറ്റവും വലിയൊരു മഹത്തായ സംഭവമായിരുന്നു, സത്യമായിരുന്നു. അടുത്ത 9ാമത്തെ ചിന്ത എന്ന് നമ്മൾ പറയുന്നത്, പ്രിയപ്പെട്ടവരെ, ഈ 9ാമത്തെ ചിന്തയിൽ നമ്മൾ ചിന്തിക്കുന്നത് 2000 ആണ്ട് വരെ, അതായത് യേശുവിൻ്റെ സുവിശേഷം 1-ാം നൂറ്റാണ്ട് 1ാമത്തെ വർഷം മുതൽ പ്രസംഗിക്കപ്പെട്ട് 2000 ആണ്ട് ആകുന്നിടം വരെ ഉള്ള ഒരു സമയം, അതൊരു പ്രത്യേക സമയമായിരുന്നു. അതായത് 2 യുഗം പൂർത്തിയാവുന്നു. അപ്പോൾ സുവിശേഷത്തിൽ വെളിപാടിൻ്റെ പുസ്തകത്തിൽ പറയുന്ന വേറൊരു വചനമുണ്ട്, 1000 വർഷം തികയുമ്പോൾ സാത്താൻ ബന്ധത്തിന് മോചിതനാകും. അതൊരു വചനമാണ്. പക്ഷേ ആ വചനമൊക്കെ എത്തുന്നതിന് മുമ്പ് 2000 ആകുന്നതിന് വേണ്ടിയുള്ള കാലഘട്ടം തികയുന്ന ഒരു സമയങ്ങളും സമയത്തിൻ്റെ പകുതിയും എന്ന സത്യം അവിടെയും നമുക്ക് ശ്രദ്ധിച്ച് സൂക്ഷിച്ച് നിരീക്ഷിച്ച് പഠിച്ച് ചെയ്താൽ, ചിന്തിച്ച് ബുദ്ധിപൂർവ്വം പ്രവർത്തിച്ചാൽ, ജ്ഞാനവും അതീന്ദ്രിയ ജ്ഞാനവും അറിവും വെച്ച് നോക്കിയാൽ, ചരിത്ര സത്യത്തെ വെച്ച് നോക്കിയാൽ, കലണ്ടറുകളെ അതിൻ്റെ വെച്ച് തത്വങ്ങളെ നോക്കിയാൽ, ആ സത്യങ്ങളെ ഗ്രഹിച്ചാൽ എല്ലാം അവിടെയും ഒരു സമയവും സമയത്തിൻ്റെ പകുതിയും വരെ എന്ന സത്യം നമുക്ക് കാണാൻ പറ്റും. ഇനി പ്രിയപ്പെട്ടവരെ, 10ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് 2000 ആണ്ടിന് ശേഷമുള്ളൊരു പദ്ധതിയുണ്ട്. അതായത് AD 2000 ആണ്ട് തികയുന്നു. 2000 ആണ്ട് തികഞ്ഞ ശേഷം വീണ്ടും ഒരു 33 വർഷം മുന്നോട്ട് പോവുകയാണ്. അതാണ് അവിടെ ഒരു വലിയ സംഭവം. 2000 ആണ്ട് തികയണമെങ്കിൽ ഇനിയും 8 വർഷം കൂടി ഉണ്ട്. പക്ഷേ ആ 2000 ആണ്ടിലേക്ക് എത്തുന്നതിന് വേണ്ടി, 2033-ാം ആണ്ടിലേക്ക് എത്തുന്നതിന് വേണ്ടിയുള്ള ഒരു സമയം ഇപ്പം നമ്മൾ കാണുന്നുണ്ട്. അതാണ് 2025 എന്ന സംഖ്യ. 2000 ആണ്ട് ശേഷം മുന്നോട്ട് പോകുന്ന 33 വർഷം, അതിൽ 2025 എത്തിയ ആ കാലഘട്ടത്തെ അതൊരു സമയങ്ങളും സമയത്തിൻ്റെ പകുതിയും വരെ ആണ് എന്ന് നിരീക്ഷിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി 11ാമത്തെ നമ്മൾ ചിന്ത എന്ന് പറയുന്നത്, 2000 ആണ്ടിന് ശേഷം 2000 ആണ്ട് ഒക്ടോബർ മാസം ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്ന ഒരു ഡേറ്റ് ഉണ്ട്. അതിന് പറയുന്ന പേര് 2025. 2025 എന്ന സംഖ്യ എങ്ങനെ വന്നു? ഒരിക്കലും ഒരു ധ്യാന ക്ലാസ്സിൽ ഞാൻ ക്ലാസ് എടുത്തപ്പോൾ അവർ ചോദിച്ചു, ഞാൻ 2034 ഫെബ്രുവരി 15 എന്നൊക്കെ പറഞ്ഞ് ക്ലാസ്സിൽ പറഞ്ഞു. അങ്ങനെ ഒരു ഡേറ്റ് നിങ്ങളുടെ മനസ്സിൽ എങ്ങനെയാണ് തോന്നുന്നത്? എന്തുകൊണ്ട് നിങ്ങളുടെ മനസ്സിൽ 2034 അല്ലെങ്കിൽ 2033 യുഗാന്ത്യമാണ് എന്നൊക്കെ തോന്നാൻ എന്താണ് കാരണമെന്ന് ചോദിച്ചപ്പോൾ അവരോട് ഞാൻ പറഞ്ഞു കൊടുത്താണ്, ഇപ്പോൾ 2025 എന്ന സംഖ്യ, ആ ഡേറ്റ് നിങ്ങൾക്ക് എങ്ങനെ കിട്ടി ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു 2024 കഴിഞ്ഞപ്പോൾ എന്നൊക്കെ പറഞ്ഞു. അതിനുശേഷം എന്നാൽ അതിൻ്റെ കാരണം ഞാൻ പറഞ്ഞു കൊടുത്തു. AD 33 മുതൽ 1000 കൂട്ടുമ്പോൾ 1033, അവിടുന്ന് വീണ്ടും 1000 കൂട്ടുമ്പോൾ 2033, അങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തെ ഓർത്തിട്ടാണ്, അല്ലെങ്കിൽ അത് ചരിത്രത്തിലുള്ള ഡേറ്റ് ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ വന്നത് എന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിച്ചു. അത് അവർക്ക് മനസ്സിലാക്കി ചെയ്തു. അവിടെയും നോക്കിയാൽ ഒരു സമയങ്ങളും സമയത്തിൻ്റെ പകുതിയും വരെ ആണ് എന്നത് കാണാം ദാനിയേൽ പ്രവാചന പുസ്തകത്തിലെ. അതിന് ദാനിയേൽ പ്രവാചകൻ അർത്ഥമാക്കുന്ന ഒരർത്ഥമല്ല പ്രിയപ്പെട്ടവരെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ജ്ഞാനത്തിൻ്റെ തലം, അറിവിൻ്റെ തലം, ജ്ഞാനത്തിൻ്റെ തലം, അതീന്ദ്രിയ ജ്ഞാനതലം, ആ തലങ്ങളിൽ കൂടി നമ്മൾ ചിന്തിക്കുമ്പോഴാണ് ഈ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവുന്നത്. അടുത്തത് 12ാമത്തെ തിരുവചനം, ഇനിയുള്ള 8 വർഷം, അതായത് 2025 ഒക്ടോബർ മാസത്തിന് ശേഷം ഉള്ള ആ കാലഘട്ടം, ആ കാലഘട്ടത്തെ സമയം പറഞ്ഞാൽ 2000 ആണ്ട് 2033-ാം ആണ്ട് എത്തുന്നത് വരെയുള്ള 8 വർഷവും, ആ 2033 എന്ന സംഖ്യ തികയുന്ന 8 വർഷം മുന്നോട്ട് പോയതിന് ശേഷം പിന്നീട് വരുന്ന ഒരു 45 ദിവസവും, അതൊരു നിഗൂഢ രഹസ്യമാണ്. അതെൻ്റെ ഈ വിശദത്തിലുള്ളതാണ്. യേശുവിൻ്റെ 2ാമത്തെ മിനിറ്റ്, സെക്കൻഡ്, മണിക്കൂർ ദിവസങ്ങളൊക്കെ ഉള്ള ആ ക്ലാസ്സിനകത്ത് വരുന്നതാണ്. ഇനിയുള്ള 8 വർഷവും അതിനുശേഷം വരുന്ന 45 ദിവസവും, അതൊരു സമയങ്ങളും സമയത്തിൻ്റെ പകുതിയും വരെയാണ്. ഇനി 13ാമത്തെ ചിന്ത ഇങ്ങനെയാണ്, 7 വർഷത്തെ യുദ്ധം ഉണ്ടായിരിക്കും എന്ന് യെശയ്യാ പ്രവാചന പുസ്തകം 39-ാം അധ്യായം 7-ാം തിരുവചനത്തിലുണ്ട്. അപ്പോൾ ഒരു 7 വർഷത്തെ യുദ്ധം എന്ന് പറയുന്നത് എങ്ങനെയുള്ള യുദ്ധമാണ്? അപ്പോൾ ഇതിനു മുന്നുള്ള കാലഘട്ടങ്ങളിൽ യുദ്ധമുണ്ടായിട്ടില്ലേ? അതിന് മക്കബാരുടെ പുസ്തകത്തിലൊക്കെ യുദ്ധത്തെക്കുറിച്ച് കേൾക്കുന്നുണ്ട്. ദാവീദ് ധാരാളം യുദ്ധങ്ങൾ ചെയ്ത് രാജ്യങ്ങൾ പിടിച്ചെടുത്തായിട്ട് വായിക്കുന്നുണ്ട്. സോളമൻ്റെ യുദ്ധങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്. അതിനുശേഷം ഇസ്രായേലുമായിട്ടുള്ള മറ്റുള്ള രാഷ്ട്രങ്ങളുടെ യുദ്ധങ്ങളെക്കുറിച്ച് കേൾക്കുന്നുണ്ട്. അവിടെയൊക്കെ 7 വർഷത്തെ യുദ്ധം നടന്നതല്ലേ? അപ്പോൾ ഇനി ഒരു 7 വർഷത്തെ യുദ്ധത്തിൻ്റെ ആവശ്യമുണ്ടോ? അങ്ങനെ ചിന്ത നമുക്ക് ആവശ്യമുണ്ടോ? എന്നാൽ അത് എങ്ങനെ ആണ് ആ യുദ്ധം എന്നതിനെപ്പറ്റി വിശുദ്ധ ഗ്രന്ഥത്തിൽ യെശയ്യാ പുസ്തകത്തിൽ 39:7 പറയുമ്പോൾ
അവിടെ ആ ആയുധങ്ങൾ കൊണ്ട് തീ കത്തിക്കും എന്ന് പറഞ്ഞ ഒരു സമയമുണ്ട്. ആ ആയുധങ്ങൾ കൊണ്ട് തീ കത്തിക്കുക എന്ന് പറയുന്നതാണ് മിസൈലിൽ വിട്ട് അത് വീഴുന്നിടത്ത് അഗ്നി, അത് പുറപ്പെടുമ്പോൾ അഗ്നി. അതുകൊണ്ടാണ് തീ കത്തിക്കുക എന്ന് പറഞ്ഞത്. അപ്പോൾ ആ സമയം എപ്പോഴാണ് എത്തിയത്? ഇപ്പോഴാണ് ഈ മിസൈൽ കണ്ടുപിടിക്കപ്പെട്ട കാലത്തിലാണ്. അവിടെയും ഒരു സമയവും സമയങ്ങളും സമയത്തിൻ്റെ പകുതിയും എന്നൊരു തത്വം അവിടെയുമുണ്ട്. ഇനി 13ാമത്തെ ചിന്ത എന്ന് പറയുന്നത്, പ്രിയപ്പെട്ടവരെ, 7 വർഷത്തെ യുദ്ധം വന്നുകൊണ്ട് 14ാമത്തെ ചിന്ത, ആദ്യത്തെ 3.5 വർഷം എന്നൊരു സമയം. ഈ 7 വർഷത്തെ യുദ്ധത്തിൽ തന്നെ അങ്ങനെ ഒരു സംഭവം വന്നു കഴിയുമ്പോൾ അതിൽ തന്നെ ഒരു സമയവും സമയങ്ങളും സമയത്തിൻ്റെ പകുതിയും എന്നൊരു തത്വം, എന്നൊരു സിസ്റ്റം, എന്നൊരു കണക്ക് അതിനകത്തുണ്ട്. അതായത് ആദ്യത്തെ 7 വർഷത്തെ യുദ്ധം തുടങ്ങുമ്പോൾ അതിലൊരു 3.5 വർഷം ആദ്യത്തെ ഇസ്രായേൽ ശക്തമായി വിജയിച്ചിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ലോകം മുഴുവനും ഇസ്രായേലിനെതിരെ വന്നാലും ഇസ്രായേലിനെ തോൽപ്പിക്കാൻ പറ്റാതെ അതിശക്തമായി ഇസ്രായേൽക്കാരെ പടപൊരുതി നിൽക്കുകയും ഇസ്രായേൽക്കാരുടെ പക്ഷത്ത് സർവശക്തനായ ദൈവം നിന്നുകൊണ്ട് ലോകത്തെ മുഴുവൻ അമ്പരിപ്പിക്കുന്ന രീതിയിൽ, ചരിത്രം അമ്പരന്ന് പോകുന്ന രീതിയിൽ ഇസ്രായേൽക്ക് വിജയിക്കുന്ന ഒരു വലിയ സത്യം, ആ യുദ്ധത്തിലും വിജയിച്ചിരിക്കുന്ന ഒരു സത്യം നമുക്ക് കാണാൻ സാധിക്കും. അതൊരു സമയമാണ്. ആ സമയത്ത് മാത്രമേ ഇസ്രായേൽക്ക് ജയിക്കുകയുള്ളൂ, ജയിച്ചു നിൽക്കുകയുള്ളൂ, വിജയിക്കുകയുള്ളൂ, ശക്തി ആർജിക്കുകയുള്ളൂ. അപ്പോൾ അവിടുന്ന് എന്തു സംഭവിക്കും? ഇസ്രായേൽക്കാർ ആ സമയത്ത് വിജയിക്കുന്ന സമയം, ആ വിജയിച്ചിരിക്കുന്ന സമയത്തെ അതൊരു സമയവും സമയങ്ങളും സമയത്തിൻ്റെ പകുതിയുമായിട്ട് അതിനകത്തും ഒരു തത്വശാസ്ത്രം അടങ്ങുന്നുണ്ട്. ഇനി 15ാമത്തെ ചിന്ത എന്ന് പറയുന്നത്, പ്രിയപ്പെട്ടവനെ, ഈ സമയം എന്നതിനകത്ത് തന്നെ ആദ്യത്തെ 3.5 വർഷത്തിന് ശേഷമുള്ള ഒരു 3.5 വർഷമുണ്ട്. അതായത് 2027 ആദ്യത്തെ ആഗോള യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടതിന് ശേഷം പിന്നീട് വരുന്ന 3.5 മാസം കഴിഞ്ഞതിന് ശേഷം പിന്നീടൊരു 3.5 വർഷം കൂടെയുണ്ട്. അതൊരു പ്രത്യേക കാലഘട്ടമാണ്, അത് പ്രത്യേക പശ്ചാത്തലം. ചരിത്രത്തിൽ, ലോകത്തിൽ ഇന്ന് വരെ കണ്ടിട്ടുള്ള വെച്ച് ഏറ്റവും വലിയ ആഗോള യുദ്ധം നടക്കുന്ന ആ ഒരു സമയമാണത്, 2030 ശേഷമുള്ള കാലഘട്ടം. അതിന് അതുപോലും സമയവും സമയങ്ങളും സമയത്തിൻ്റെ പകുതിയും എന്ന ഒരു തത്വശാസ്ത്രം അതിലും അടങ്ങിയിട്ടുണ്ട്. ഇനി 16ാമത്തെ ചിന്ത എന്ന് പറയുന്നത്, നമുക്കറിയാം 2033 പറയുന്ന പേര് എന്താണ്? 2000 ആണ്ടിന് ശേഷം, 2000 ആണ്ടിന് ശേഷമല്ല, AD 33 ശേഷം 2033 എന്ന സംഖ്യ കലണ്ടറിൽ അച്ചടിക്കുമ്പോൾ അത് 2 യുഗം പൂർത്തിയാകുന്ന ഒരു സംഭവമാണ്. അതിന് യുഗാന്ത്യം എന്ന് പറയും. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ അത് ആ കാലഘട്ടങ്ങളിൽ 2000 തികയുമ്പോൾ യുഗം അവസാനിക്കുമെന്ന് യേശുക്രിസ്തു പറഞ്ഞ ഒരു വലിയ വചനം, നിഗൂഢ രഹസ്യം വെളിപ്പെടുന്നൊരു കാലഘട്ടമാണ്. അതായത് യേശുക്രിസ്തു മത്തായിയുടെ സുവിശേഷത്തിൽ പറഞ്ഞു, യുഗാന്ത്യം വരെ എന്നും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. അപ്പോൾ അതിനുശേഷം, യുഗാന്ത്യത്തിന് ശേഷം പിന്നീട് ദൈവം എന്ന യേശു ഭൂമിയിലില്ല എന്ന് മനസ്സിലാക്കാൻ കഴിവുള്ളവർക്ക് മനസ്സിലാക്കാം, അല്ലാത്തവർക്ക് വിട്ടുകളയാം. പ്രിയപ്പെട്ടവരെ, അങ്ങനെ അതിലും ഒരു നിഗൂഢ രഹസ്യം, അവിടെ ഒരു സമയവും സമയങ്ങളും സമയത്തിൻ്റെ പകുതിയും എന്നൊരു തത്വശാസ്ത്രം, ഒരു നിഗൂഢ രഹസ്യം ഒളിപ്പിക്കപ്പെട്ടിരിക്കുന്ന ഒരു പശ്ചാത്തലം അതിലും ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അടുത്തത്, ഇവിടെ 17ാമത്തെ ചിന്ത എന്ന് പറയുന്നത്, 2033 എന്ന സംഖ്യ വന്നതിന് ശേഷം, 2033 യുഗാന്ത്യമായി, യുഗാന്ത്യത്തിന് ശേഷം പിന്നീട് എത്ര കാലഘട്ടം പ്രപഞ്ചത്തിലുണ്ട് എന്ന് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന നിഗൂഢ രഹസ്യത്തെ, വിശുദ്ധ ഗ്രന്ഥത്തിൽ നിഗൂഢമായി ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു നിഗൂഢ രഹസ്യത്തെ ഉൾക്കൊള്ളുന്ന ഒരു വചനമാണ് ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം. ഞാൻ മുമ്പ് പറഞ്ഞ ഏതാണ്? ദാനിയേൽ പ്രവചന പുസ്തകം 12ാം അധ്യായം 7ാം തിരുവചനം. അത് സമയവും സമയങ്ങളും സമയത്തിൻ്റെ പകുതിയും വരെ ആയിരിക്കും എന്നത്. ആ 33 ശേഷം ഒരു 45 ദിവസത്തെ എന്ന സംഖ്യ ഒരു നിഗൂഢമായിട്ട് കിടക്കുന്ന ഒരു വചനം ഉൾക്കൊള്ളുന്ന ഒരു വചനമാണ്. അത് സമയവും സമയങ്ങളും സമയത്തിൻ്റെ പകുതിയും വരെ എന്നത്. ഇനി 18ാമത്തെ ചിന്ത എന്ന് പറയുന്നത്, പ്രിയപ്പെട്ടവരെ, 2034 ശേഷം, 2034 എന്നത് ശേഷമല്ല, 34 എന്ന് പറയുന്ന ആ പുതുവർഷം, നമ്മൾ 33 ശേഷം 34 വർഷം, 34ാമത്തെ വർഷം അതൊരു പുതുവർഷമാണ്. ആ പുതുവർഷമാണ് ഈ ലോകത്ത് നിലവിലുണ്ടായിരുന്ന എല്ലാ യുദ്ധങ്ങളും പെട്ടെന്നൊന്ന് അവസാനിക്കും. കാരണം അപ്പോൾ എന്ത് സംഭവിച്ചു? അവിടെ വലിയ സംഭവം നടക്കും. ആ സംഭവം നടക്കുന്നത്, ലോകത്ത് ഇന്നുവരെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന യുദ്ധ സാമഗ്രികൾ, യുദ്ധ പട്ടാളക്കാർ, ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആൾക്കാർ മരിക്കുന്നു, കോടിക്കണക്കിന് പട്ടാളക്കാർ മരിക്കുന്നു, കോടിക്കണക്കിന് യുദ്ധ ഉപകരണങ്ങൾ നശിപ്പിക്കപ്പെടുന്നു, ഇല്ലാതെയാവുന്നു. അതിനുള്ളിൽ തന്നെ ആണവ സ്ഫോടനം ഉണ്ടാവാം, രാഷ്ട്രങ്ങൾ തോറ്റു പിന്മാറിയേക്കാം, ചില രാഷ്ട്രങ്ങൾ ഭൂമുഖത്ത് നിന്ന് അപ്രത്യക്ഷമായേക്കാം, മറ്റ് ചില ഭൂഖണ്ഡങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെട്ടേക്കാം. അങ്ങനെ വലിയ ഭീമാകാരമായ ആഗോള യുദ്ധം അതിൻ്റെ പൂർണ്ണാവസ്ഥയിൽ എത്തുന്നതിന് വേണ്ടി തുടങ്ങുന്ന ഒരു വർഷമാണ് 2034. അതിന് പറയുന്ന പേരാണ് സമയവും സമയങ്ങളും സമയത്തിൻ്റെ പകുതി വരെയായിരിക്കും. ഇനി 18ാമത്തെ പുതുവർഷം, 2034 എന്ന് പറയുന്നത് പുതുവർഷമാണ്.
അത് സമയങ്ങളും സമയത്തിൻ്റെ പകുതിയും വരെ തുടങ്ങുന്ന ഒരു വർഷമാണ്. ഇനി 19ാമത്തെ ചിന്ത എന്ന് പറയുന്നത് പുതുവർഷം കഴിഞ്ഞ്, അതായത് 2034 എന്ന പുതുവർഷം കഴിഞ്ഞ് വരുന്ന മാസം, അത് ഒരു പ്രത്യേക മാസമാണ്. ആ മാസമാണ് വലിയ നിഗൂഢ രഹസ്യങ്ങളുടെ കലവറയായ ഒരു പ്രത്യേക മാസമാണ് 2034 ഫെബ്രുവരി മാസം എന്ന് പറയുന്നത്. പ്രത്യേക നിഗൂഢ രഹസ്യങ്ങൾ ഉൾക്കൊള്ളുന്ന, ഒരു മനുഷ്യനും ഇന്ന് വരെ വെളിപ്പെട്ട് കിട്ടാത്ത, അല്ലെങ്കിൽ ചില തത്വശാസ്ത്രങ്ങൾ, ചില നിഗമനങ്ങൾ, ചില കണക്കുകൂട്ടലുകൾ നിഗൂഢ രഹസ്യമായി ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു പ്രത്യേക കാലഘട്ടത്തെ ഉൾക്കൊള്ളുന്ന സമയം. അതിനും ഒരു സമയങ്ങളും സമയത്തിൻ്റെ പകുതിയുമായി ഉണ്ട് എന്ന ചില തത്വങ്ങളും തത്വശാസ്ത്രങ്ങളും അതിൽ അടങ്ങിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, അതിനുശേഷം നമുക്ക് 20ാമത്തെ ചിന്ത എന്ന് പറയുന്നത്, നമ്മൾ 2034 ഫെബ്രുവരി 15 ശേഷം ഒരു സമയം അങ്ങ് തീരുകയാണ്. ചരിത്രം അതിൻ്റെ അന്ത്യത്തിൽ, ഭൂമിയുടെ ഉത്ഭവം മുതൽ, മനുഷ്യൻ്റെ സൃഷ്ടി മുതൽ, പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടി, മനുഷ്യനെ സൃഷ്ടിക്കുന്നു, 1-ാം വെള്ളപ്പൊക്കം, 1-ാം ലോകാവസാനം, നോഹയുടെ പേടകത്തിൻ്റെ നിർമ്മാണം, അവിടെ മനുഷ്യരാശിയെ കൊന്നുകൊടുക്കുന്ന പദ്ധതികൾ, അവിടുന്ന് ഇങ്ങോട്ട് വന്നു, വീണ്ടും 2-ാം യുഗത്തിലേക്ക് വന്നു, അവിടുന്ന് സോദോം ഗൊമോറ എന്ന പരിപാടി വന്നു, അവിടെ മനുഷ്യനെ തിന്മ വർത്തിച്ചു, അവിടെ 2 നഗരങ്ങളെ തീയും ഗന്ധമേർക്കി കർത്താവ് നശിപ്പിച്ചു, അവിടുന്ന് 3-ാം യുഗത്തിലേക്ക് വന്നു. 4-ാം യുഗം വന്നപ്പോൾ യേശുക്രിസ്തു ജനനം വന്നു, അതിങ്ങനെ വന്നു, അവിടെ ഒരു സംഭവം നടന്നു, അവിടെ AD-BC സംഭവം നടന്നു, അവിടുന്ന് വന്നു, കൃപായുഗം വന്നു. അതിനുശേഷം ഇങ്ങനെ ഘട്ടം ഘട്ടമായി വന്നപ്പോൾ ഇതിനകത്തെല്ലാം ഒരു സമയങ്ങളും സമയത്തിൻ്റെ പദ്ധതിയും ഉണ്ടായിരുന്നു എങ്കിൽ 2034 ഫെബ്രുവരി 15-ാം തീയതിക്ക് ശേഷം ഒരു സമയവും പിന്നീട് ഇല്ല. എല്ലാ സമയം, പ്രപഞ്ചത്തിൻ്റെ സമയം, സൗരയൂഥത്തിൻ്റെ സമയം, സൂര്യൻ്റെ സമയം, ചന്ദ്രൻ്റെ സമയം, ഭൂമിയുടെ സമയം, മനുഷ്യരാശിയുടെ സമയം എന്നേക്കുമായിട്ട് തീർന്ന് ഒരു കാലഘട്ടം, ഒരു യുഗമല്ല, ഒരു യുഗത്തിൻ്റെ പദ്ധതി എന്നേക്കുമായിട്ട് അവസാനിക്കുന്ന ഒരു വലിയ നിഗൂഢരഹസ്യം സംഭവിക്കുന്ന സമയമാണ് സമയം തീരുക എന്ന് പറയുന്നത്. അവിടെ സമയങ്ങളും സമയത്തിൻ്റെ പകുതിയും പൂർണ്ണമാകുന്ന ഒരവസ്ഥ. പ്രിയ സഹോദരങ്ങളെ, ഈ ദൈവവചനം ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 7-ാം തിരുവചനത്തിൽ 2-ാം ഖണ്ഡികയിൽ അവിടുന്ന് ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ ഈ അത്ഭുതങ്ങൾ സംഭവിക്കാൻ ദാനിയേൽ പ്രവാചകൻ പിതാവായ ദൈവത്തോട് തൻ്റെ ആത്മീയ സത്യങ്ങൾ ഇങ്ങനെ ദർശനത്തിൽ കണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ആത്മാവും തൊട്ടുമ്പിൽ ദൈവത്തിൻ്റെ മുഖം കാണാൻ ദാനിയേലിൻ്റെ മുഖത്തിൻ്റെ വിശുദ്ധി കൊണ്ട് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ തമ്മിൽ സംസാരിച്ച് ചോദിക്കുകയാണ്, ദൈവമായ കർത്താവേ, ഈ അത്ഭുതങ്ങൾ അവസാനിക്കാൻ എത്ര കാലം വേണം? അരുവിയുടെ മുകൾ ഭാഗത്ത് നിന്നിരുന്ന ചണവസ്ത്രധാരി വലത്തുകയും ഇടത്തുകയും ആകാശത്തിന് നേരെ ഉയർത്തി എന്നേക്കും ജീവിക്കുന്നവൻ്റെ നാമത്തിൽ ആണയിടുന്ന ഞാൻ കേട്ടു. അത് സമയങ്ങളും സമയത്തിൻ്റെ പകുതിയും വരെ ആയിരിക്കും. വിശുദ്ധ ജനത്തിൻ്റെ ശക്തി തകർക്കാൻ കഴിയുമ്പോൾ ഇവ നിവൃത്തിയാകും. അതാണ് എൻ്റെ ഈ സമയത്തിൽ സംഭവിക്കുന്ന ഒരു അജ്ഞാത നിഗൂഢ രഹസ്യമാണ് വിശുദ്ധ ജനത്തിൻ്റെ ശക്തി തകരുക എന്നുള്ളത്. ഈ വിശുദ്ധ ജനത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത്, 1-ാമത്തെ വിശുദ്ധ ജനമാരാണ്? ഇസ്രായേൽ ജനമാണ്. 2-ാമത്തെ വിശുദ്ധ ജനമാരാണ്? കത്തോലിക്ക സഭ, ക്രിസ്ത്യാനികൾ. വിവിധ രീതികളായിട്ട് ലോകം മുഴുവൻ പടർന്ന് പന്തലിച്ച് കിടക്കുന്ന 140-150 കോടി വരുന്ന ഈ ക്രിസ്ത്യൻ ജനവിഭാഗം ക്രിസ്തുവിനെ തൻ്റെ രക്ഷിതാവും ജീവൻ്റെ ജീവനും നാഥനും മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ കഴിവുള്ള ഒരേ ഒരു ദൈവം, മരിച്ചവരെ ഉയർപ്പിക്കുന്ന നിത്യവും സത്യവും യാഥാർത്ഥ്യമായ നീതിമാനായ സർവശക്തനായ ദൈവമെന്ന യേശുക്രിസ്തു, ആ യേശുക്രിസ്തു യഥാർത്ഥ സത്യദൈവമാണെന്ന് തിരിച്ചറിയുന്ന ആ ഒരു വലിയ സംഭവം എവിടെയാണ്? അത് മനസ്സിലാക്കണമെങ്കിൽ, അത് മനസ്സിലാക്കിയതിനു ശേഷം യേശുക്രിസ്തുവിനെ വിശുദ്ധി നിലനിർത്തുന്നതിന് പകരം വിശുദ്ധ ജനത്തിന് വിശുദ്ധിയുടെ ശക്തി തകർക്കപ്പെടുന്ന ഒരു അന്ത്യകാലഘട്ടം. അതാണ് വിശുദ്ധ ജനത്തിൻ്റെ ശക്തി തകർക്കാൻ കഴിയുമ്പോൾ ഇവ നിവൃത്തിയാകും. ഏത് നിവൃത്തിയാകും? എന്താ നിവൃത്തിയാകുക? ഈ സമയങ്ങളും സമയത്തിൻ്റെ പകുതിയും വരെ എത്തുമ്പോൾ നിവൃത്തിയാകുന്ന പറഞ്ഞാൽ പടിയായിട്ട് സംഭവിക്കുക, ഘട്ടമായിട്ട് സംഭവിക്കുക. ഘട്ടമായിട്ട് സംഭവിച്ചാൽ എന്ത് സംഭവിക്കും? അത് നിശ്ചയം സംഭവിച്ചിരിക്കും. 1 ലിറ്റർ പാലിനകത്തേക്ക് അല്പം മോരൊഴിച്ചു വെച്ചാൽ നിശ്ചയം അവിടെ എന്തു സംഭവിക്കും? പിറ്റേ ദിവസം അത് മോരായി മാറിയിരിക്കും. ഈ മോരിനെ എടുത്ത് കടഞ്ഞാൽ ആ കടയുന്ന സമയത്ത് എന്ത് പുറത്തു വരും? നെയ്യ് പുറത്തു വരും.
ആ നെയ്യ് തീയിൽ വെച്ച് തിളപ്പിച്ചാൽ എന്തു സംഭവിക്കും? അത് നല്ല എണ്ണ പോലെ കിടക്കും. അത് അമിതമായിട്ട് ചൂടാക്കി കഴിയുമ്പോൾ എന്ത് പറ്റും? അതിൽ തീ കയറി പിടിക്കും. തീ കയറി പിടിച്ചാൽ രണ്ട് കാര്യം അവിടെ സംഭവിക്കും. ഈ 1 ലിറ്റർ നെയ്യ് അത് എന്നേക്കുമായിട്ട് അപ്രത്യക്ഷമാകും. അത് കത്തിക്കൊണ്ടിരുന്ന അഗ്നി അതേ സമയത്ത് അപ്രത്യക്ഷമാകും. അങ്ങനെ വലിയൊരു സംഭവം നടക്കുകയാണ്. അപ്പോൾ അവിടെ ഘട്ടം ഘട്ടമായി ഒരു സംഭവം നടക്കുകയാണ്. സംഭവിച്ചേ പറ്റൂ. അവിടെ സംഭവിച്ചേ പറ്റൂ. സംഭവിക്കാതിരിക്കാൻ പറ്റില്ല. പാലിനകത്ത് മോരൊഴിച്ച് വെച്ചാൽ പിറ്റേ ദിവസം മോരാണ് ഉറപ്പാണ്. മോലിൻ്റെ പൊലി അല്പം കൊടുത്താൽ മോരായിരിക്കും. ആവുക തന്നെ ചെയ്യും. ഇനി ആവരുത് എന്ന് മനസ്സ് വിചാരിച്ചിട്ട് കിടന്നാലും അതാവും. എന്നതുപോലെ സമയങ്ങളും സമയത്തിൻ്റെ പകുതിയും വരെ ആയിരിക്കുന്ന ഈ യുഗാന്ത്യ കാലഘട്ടങ്ങളിൽ പ്രിയ സഹോദരരെ, ഇത് നിശ്ചയമായും അതിൻ്റെ കാലഘട്ടം വരുമ്പോൾ സത്യമായി ഇത് സംഭവിച്ചിരിക്കുമെന്നുള്ളതിൻ്റെ തെളിവാണ് ഇന്ന് കാണുന്ന വിശുദ്ധ ജനത്തിൻ്റെ ശക്തി എന്നേക്കുമായി തകർപ്പെടും. കുടുംബങ്ങളുടെ വിശുദ്ധി നഷ്ടപ്പെട്ടു, ദമ്പതിമാരുടെ വിശുദ്ധി നഷ്ടപ്പെട്ടു, യുവതി യുവാക്കളുടെ വിശുദ്ധി നഷ്ടപ്പെട്ടു, കന്യാസികളുടെ വിശുദ്ധി നഷ്ടപ്പെട്ടു, അച്ഛന്മാരുടെ വിശുദ്ധി നഷ്ടപ്പെട്ടു, മെത്രാന്മാരുടെ വിശുദ്ധി നഷ്ടപ്പെട്ടു, കർദിനാൾമാരുടെ വിശുദ്ധി നഷ്ടപ്പെട്ടു, മാർപ്പാപ്പയുടെ വിശുദ്ധി നഷ്ടപ്പെട്ടു. ഈ വിശുദ്ധ ജനമെന്ന് പറയുന്ന കത്തോലിക്ക സഭയുടെ എല്ലാ വിശുദ്ധിയും നശിപ്പിക്കപ്പെട്ടു. പിന്നെ ആരുണ്ട്? ഇസ്രായേൽ ജനത്തിൻ്റെ വിശുദ്ധിയും എന്നേക്കുമായിട്ട് നശിക്കപ്പെട്ടു. അപ്പോൾ കർത്താവ് ഇസ്രായേലിനെ പരിശോധിക്കും. ഈ വിശുദ്ധ ജനമായ കത്തോലിക്ക സഭയെ ലോകം മുഴുവനും പരിശോധിക്കും. ഹല്ലേലൂയ. അങ്ങനെ രണ്ടാം വട്ടം യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിൻ്റെ പശ്ചാത്തലം ഭൂമിയിൽ ഒരുക്കപ്പെട്ടു കഴിഞ്ഞു എന്നത് നിങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഈ നിഗൂഢ രഹസ്യം ഞാൻ നിങ്ങളെ പറഞ്ഞു. പ്രിയ സഹോദരരെ, നിങ്ങൾ മനസ്സിലാക്കണം, നിവൃത്തിയാവുക എന്ന വാക്ക് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് സമയങ്ങളും സമയത്തിൻ്റെ പകുതിയും വരെ ആയിരിക്കും. വിശുദ്ധ ജനത്തിൻ്റെ ശക്തി തകർക്കപ്പെടുമ്പോൾ ഇവ നിവൃത്തിയാകും. ഞാൻ കേട്ടെങ്കിലും എനിക്ക് മനസ്സിലായില്ല. ഹല്ലേലൂയ. ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഇത്രയൊക്കെ കേട്ടിട്ടും ദാനിയേൽ പ്രവാചകൻ ഈ സംഭവം പറഞ്ഞപ്പോൾ അതിൻ്റെ രഹസ്യം എന്താണെന്ന് മനസ്സിലായില്ല. പാവം മനുഷ്യൻ, നല്ലവനായ നീതിമാനായ സർവശക്തനായ ദൈവത്തിൻ്റെ സ്വരം ശ്രമിക്കുന്ന ദാനിയേൽ പ്രവാചകന് ഇത്രയും കേട്ടപ്പോഴും മനസ്സിലായില്ല. അപ്പോൾ കർത്താവ് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. എന്നാ പറഞ്ഞേ? അവൻ പറഞ്ഞു, ദാനിയേലേ, നീ നിന്റെ വഴിക്ക് പോവുക എന്ന് പറഞ്ഞ മകനെ, ഇനിയിപ്പോൾ എന്നോട് സംസാരിക്കുന്ന കാര്യമൊക്കെ പറഞ്ഞു നിർത്തി, നീ പോയിക്കോ. ഈ വചനം അവസാനം വരെയും അടച്ചു മുദ്ര വെച്ചതാണ്. അനേകർ തങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുകയും നിർമ്മലരാക്കി വെണ്മയുള്ളവരാക്കി മാറ്റുകയും ചെയ്യും. എന്നാൽ ദുഷ്ടത പ്രവർത്തിക്കും. അവർ ഗ്രഹിക്കുകയില്ല. ജ്ഞാനികൾ ഗ്രഹിക്കും. നിരന്തര ദഹനബലി നിർത്തലാക്കുകയും വിനാശകരം വിളേച്ഛത പ്രതിഷ്ഠിക്കുകയും ചെയ്യുന്നതുമായ സമയം മുതൽ 1290 ദിവസം ഉണ്ടാകും. 1335 ദിവസം ഉറച്ചു നിൽക്കുന്നവൻ ഭാഗ്യവാൻ. എന്നാൽ നീ പോയി വിശ്രമിക്കുക. അവസാന ദിവസം നീ നിന്റെ അവകാശം സ്വീകരിക്കാൻ എഴുന്നേൽക്കും. ആ ദാനിയേൽ പ്രവാചകൻ അവസാനമായി ഈ ലോകത്ത് ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു ദിവസം വരാൻ നമ്മുടെ മുമ്പിൽ ആഗതമായി നിൽക്കുന്ന പശ്ചാത്തലത്തെ ഒരുക്കപ്പെട്ട പ്രപഞ്ച രഹസ്യങ്ങളുടെ നിഗൂഢ രഹസ്യം വെളിപ്പെടുന്ന ആ സമയത്തിന് പകുതിയും വരെ നമ്മുടെ മുമ്പിൽ മുട്ടി നമ്മുടെ അടുത്തെത്തി നിൽക്കുമ്പോൾ നമ്മൾക്കിത് മനസ്സിലാവുന്നുണ്ടോ? ദാനിയേൽ പറഞ്ഞു, ഞാൻ കേട്ടെങ്കിലും എനിക്ക് മനസ്സിലായില്ല. പ്രിയ സഹോദരരെ, ഈ രഹസ്യങ്ങളെ ഈ ദാസൻ നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായിട്ടുണ്ടോ? നിങ്ങൾ എന്തെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾക്കിത് മനസ്സിലായിട്ടുണ്ടോ? നിങ്ങളിത് തള്ളിക്കളയുകയാണോ? നിങ്ങളിത് അംഗീകരിക്കുകയാണോ? ദാനിയേൽ പ്രവാചകൻ എഴുന്നേൽക്കാൻ പോകുന്നു. അദ്ദേഹത്തിൻ്റെ ഉയർപ്പ് കർത്താവ് കൊടുക്കുകയാണ്. ആ ഉയർപ്പ് പ്രപഞ്ചം മുഴുവൻ തുറക്കുന്ന, മരിച്ച മുഴുവൻ മനുഷ്യനും ഉയർത്തെഴുന്നേൽക്കുന്ന യേശുക്രിസ്തുവിൻ്റെ രണ്ടാം വരവെന്ന പരമസത്യം തൊട്ടുമുമ്പിൽ കൺമുമ്പിൽ വന്നു നിൽക്കുമ്പോൾ അവിടെ സമയങ്ങളും സമയത്തിൻ്റെ പകുതിയും പൂർത്തിയാകുന്ന ഒരു ഘട്ടം മുന്നിലെത്തപ്പെട്ട സമയത്താണ് കൊരിന്ത്യർ ലേഖനത്തിൽ പൗലോസ് പറയുന്നുണ്ട്, യുഗങ്ങളുടെ അന്തിമഘട്ടം നമ്മിലാണല്ലോ വന്നെത്തിയിരിക്കുന്നത്. ഈശോ പറയുന്നുണ്ട്, യുഗാന്ത്യം വരെ എന്ന് ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. ഈ വചനങ്ങളൊക്കെ സർവശക്തനായ ദൈവം വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടത് നിവൃത്തിയാകാൻ അടുത്തു വന്ന് നിൽക്കുമ്പോൾ ഈ എളിദാസിനെ കൂടെ നിങ്ങൾ കേട്ട വചനം നിങ്ങൾക്ക് വല്ലതും മനസ്സിലായോ? പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് മനസ്സിലായി എല്ലാം. ഞാൻ മത്തായിയുടെ സുവിശേഷത്തിൽ ഈശോ ശിഷ്യന്മാരെ, നിങ്ങൾ ഇവയെല്ലാം ഗ്രഹിച്ചുവോ? അപ്പോൾ ശിഷ്യന്മാർ പെട്ടെന്ന് ഒരു കർത്താവേ, ഞങ്ങൾ ഇവയെല്ലാം ഗ്രഹിച്ചു എന്ന് പറഞ്ഞു. പക്ഷെ എന്ത് ഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ പോലും എന്താണെന്ന് അവർക്കറിയാമായിരുന്നില്ല. നമുക്ക് എന്താണ് മനസ്സിലാക്കുക, എന്താണ് ഗ്രഹിക്കുക എന്ന് ഞാൻ പറഞ്ഞതിന് മുമ്പ് എങ്കിലും ഇത് കേൾക്കുന്ന ഞാൻ വേണ്ടി ഒന്നുകൂടെ പറയുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വൈദ്യുതിയിൽ സ്പർശിച്ചാൽ മരിക്കും എന്ന് ഒറ്റ സെക്കൻഡിൽ മനസ്സും ശരീരവും ആത്മാവും തീരുമാനമെടുത്ത് അത് നമ്മോട് സംസാരിക്കുകയാണ്, നീ തൊട്ടാൽ മരിക്കും എന്ന്. ഈ 3 തലവും ഒരു യാഥാർത്ഥ്യത്തെ അംഗീകരിക്കുന്നതാണ് ഗ്രഹിക്കുക എന്ന് പറയുന്നത്.
എന്നാൽ തീക്കനലിൽ തൊട്ടാൽ മരിക്കുമെന്ന് പറഞ്ഞാൽ അപ്പോൾ മനസ്സ് പറയും തീക്കനലിൽ തൊട്ടാൽ മരിക്കുകയില്ല, പൊള്ളുകയുള്ളൂ. അപ്പോൾ അവിടെ മനസ്സ് പറയും അത് സംഭവിക്കില്ല. ആത്മാവ് പിന്നീട് പറയും അതാണ് ശരി, മനസ്സ് പറഞ്ഞാണ് ശരി, തൊട്ടത് പൊള്ളുകയുള്ളൂ, മരിക്കുകയില്ല. അപ്പോൾ ശരീരം പറയും പൊള്ളുകയുള്ളൂ, മരിക്കുകയില്ല. അപ്പോൾ അവിടെ മനസ്സും ശരീരവും ആത്മാവും തമ്മിൽ ഒരു സംഘടന വന്നു, ചില തീരുമാനം എടുക്കാൻ താമസം വന്നു. ആ താമസം വന്നതാണ് മനസ്സിലായത്. അപ്പം മനസ്സിലാവുക എന്ന് പറയുന്നത് അതാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്, അറിവിൻ്റെ തലവും ജ്ഞാനത്തിൻ്റെ തലവും അതീന്ദ്രിയ ജ്ഞാനത്തിൻ്റെ തലവും വെച്ച് വിശുദ്ധ പ്രിയപ്പെട്ട സഹോദരനെ നിങ്ങൾക്ക് ക്ലാസ് തരുമ്പോൾ ഇത് പറയുമ്പോൾ നിങ്ങൾ ഇവയെല്ലാം ഗ്രഹിച്ചു എന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ഇവയെല്ലാം ഗ്രഹിക്കാൻ പറ്റിയെങ്കിൽ ഗ്രഹിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഗ്രഹിക്കാൻ പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് കമൻറ്റ് ചെയ്യുക പ്രിയ സഹോദരങ്ങളെ. അപ്പോൾ നിങ്ങൾക്ക് എവിടെയാണ് നിങ്ങൾ തെറ്റുപറ്റിയത്, അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് ഗ്രഹിക്കേണ്ടതെന്നുള്ളതിനെ പറ്റി ഞാൻ കൂടുതൽ വിശദമാക്കി തരാം. അതിനായി സർവശക്തനായ ദൈവം, സർവശക്തനായ യേശു ക്രിസ്തു നമ്മെ എല്ലാവരും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാട്ടെ. ആമേൻ.